സുഹൃത്തുക്കളെ, ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യം ഏതാണ്? ഇന്ന് പലരും അമേരിക്കയെന്നോ ചൈനയെന്നോ മറുപടി പറയും. എന്നാൽ ഇനിയൊരു പുതിയ ചോദ്യം ചോദിക്കാം. അടുത്ത 30 വർഷത്തിനുള്ളിൽ ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരായിരിക്കും? ഏറ്റവും കൂടുതൽ എണ്ണയുള്ള രാജ്യമോ, അതോ ഏറ്റവും കൂടുതൽ സാങ്കേതികവിദ്യയും ശുദ്ധ ഊർജവും നിയന്ത്രിക്കുന്ന രാജ്യമോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഭൂരാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ചാണ്. ഊർജത്തിൻ്റെ രാഷ്ട്രീയം എങ്ങനെ മാറുകയാണ്? എന്തുകൊണ്ടാണ് എണ്ണയുടെ കാലം അവസാനത്തിലേക്ക് പോകുന്നത്? ചൈന എന്തുകൊണ്ട് ഇത്രയും മുന്നിലാണ്? ഇന്ത്യക്ക് ഇതിൽ എന്താണ് അവസരം? ഇതെല്ലാം നമുക്ക് വിശദമായി നോക്കാം. ചരിത്രം നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്. ലോകത്തിലെ മഹാശക്തികൾ എല്ലാം ഊർജത്തെ നിയന്ത്രിച്ചവരാണ്. ബ്രിട്ടൻ്റെ വ്യവസായ വിപ്ലവത്തിന് അടിത്തറയായത് കൽക്കരിയായിരുന്നു. അമേരിക്ക സൂപ്പർ പവറായി വളർന്നത് വമ്പിച്ച എണ്ണശേഖരവും സാങ്കേതിക മികവും കൊണ്ടാണ്. മധ്യപൂർവേഷ്യ ദേശത്തെ എണ്ണസമ്പന്ന രാജ്യങ്ങൾ ലോകരാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം നേടിയതും എണ്ണ കൊണ്ടാണ്. 1973 ഓയിൽ എംബാർഗോ ലോകവ്യവസ്ഥയെ തന്നെ കുലുക്കി. അന്ന് ലോകം മനസ്സിലാക്കിയത് ഒരു കാര്യമായിരുന്നു: എണ്ണ നിയന്ത്രിക്കുന്നവർ ലോകത്തെ സ്വാധീനിക്കും. എന്നാൽ ഇപ്പോൾ കളി മാറുകയാണ്. ഇന്ന് ലോകം മറ്റൊരു ദിശയിലേക്കാണ് പോകുന്നത്. കാലാവസ്ഥാ വ്യതിയാനം, കാർബൺ പുറന്തള്ളൽ, ഗ്ലോബൽ വാർമിംഗ് ഇവയെല്ലാം രാജ്യങ്ങളെ പുതിയ ഊർജ സ്രോതസ്സുകളിലേക്ക് നയിക്കുകയാണ്. സോളാർ വൈദ്യുതി, കാറ്റാടി വൈദ്യുതി, ഇലക്ട്രിക് വാഹനങ്ങൾ, ഗ്രീൻ ഹൈഡ്രജൻ, വലിയ ബാറ്ററി സംഭരണ സംവിധാനങ്ങൾ ഇവയാണ് ഭാവിയെ നിർണ്ണയിക്കുന്നത്. ഇനി ഊർജ്ജ സുരക്ഷ എന്നാൽ എണ്ണ വാങ്ങാനുള്ള ശേഷി മാത്രമല്ല, കുറഞ്ഞ മലിനീകരണവും കുറഞ്ഞ ചെലവുമുള്ള സ്ഥിരതയുള്ള ഊർജ്ജ സംവിധാനമാണ് യഥാർത്ഥ സുരക്ഷ. പുതിയ സ്വർണം ക്രിട്ടിക്കൽ മിനറലുകളാണ്. ഇപ്പോൾ ലോകത്ത് മറ്റൊരു മത്സരം നടക്കുകയാണ്. ലിഥിയം, കൊബാൾട്ട്, നിക്കൽ, ഗ്രാനൈറ്റ്, കോപ്പർ, റയർ എർത്ത് മിനറലുകൾ. ഇവ കേൾക്കുമ്പോൾ സാധാരണ ധാതുക്കളായി തോന്നാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇവയാണ് ഇന്നത്തെ ലോകത്തിൻ്റെ പുതിയ സ്വർണം. കാരണം ഇവയില്ലാതെ ഇലക്ട്രിക് കാറുകൾ ഉണ്ടാക്കാൻ കഴിയില്ല, ബാറ്ററികൾ ഉണ്ടാക്കാൻ കഴിയില്ല, സോളാർ പാനലുകളും കാറ്റാടികളും നിർമ്മിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ധാതുക്കൾക്കായുള്ള ആഗോള മത്സരം ശക്തമാവുകയാണ്. ചൈന എങ്ങനെ മുന്നിലെത്തി? ഒരു കാര്യം ശ്രദ്ധിക്കണം: ചൈനയ്ക്ക് എല്ലാ ധാതുക്കളും ഇല്ല. പക്ഷേ അവ സംസ്കരിക്കുന്ന ഫാക്ടറികളുടെ വലിയൊരു പങ്ക് ചൈനയുടെ കയ്യിലാണ്. ലോകത്തിലെ ഭൂരിഭാഗം സോളാർ പാനലുകളും ചൈന നിർമ്മിക്കുന്നു. വലിയ ബാറ്ററി കമ്പനികളും ചൈനയുടേതാണ്. അതിനാൽ അസംസ്കൃത വസ്തു മറ്റൊരു രാജ്യത്തിൻ്റേതായാലും അത് ലോകവിപണിയിലെ ഉൽപ്പന്നമാകുന്നത് ചൈനയിലൂടെയാണ്. അതാണ് ചൈനയുടെ യഥാർത്ഥ ശക്തി. അമേരിക്കയും ഇന്ത്യയും എന്തു ചെയ്യുന്നു? അമേരിക്ക, ജപ്പാൻ, ഓസ്ട്രേലിയ, യൂറോപ്യൻ യൂണിയൻ, ഇന്ത്യ ഇവയെല്ലാം പുതിയ ഖനന കരാറുകൾ ഒപ്പിടുകയാണ്. പുതിയ വിതരണ ശൃംഖലകൾ സൃഷ്ടിക്കുകയാണ്. ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും വൻ നിക്ഷേപങ്ങൾ നടത്തുകയാണ്. കാരണം ഇനി മത്സരം ധാതുക്കൾക്കല്ല, അവയെ സാങ്കേതികവിദ്യയാക്കി മാറ്റുന്ന വ്യവസായത്തിനാണ്. വൈദ്യുതി തന്നെ പുതിയ രാഷ്ട്രീയമാവുകയാണ്. ഭാവിയിൽ എണ്ണ പൈപ്പ് ലൈനുകൾ പോലെ വൈദ്യുതി ഗ്രിഡുകളും അത്ര തന്നെ പ്രധാനമാകും. യൂറോപ്പിൽ പല രാജ്യങ്ങളും പരസ്പരം വൈദ്യുതി പങ്കിടുന്നു. ഇന്ത്യയും നേപ്പാളും ഭൂട്ടാനും ബംഗ്ലാദേശും തമ്മിൽ വൈദ്യുതി വ്യാപാരം നടക്കുന്നു. ഇത് വെറും വൈദ്യുതി വ്യാപാരമല്ല, ഇത് രാഷ്ട്രീയ ബന്ധങ്ങളെയും സാമ്പത്തിക സഹകരണത്തെയും ശക്തിപ്പെടുത്തുന്ന സംവിധാനമാണ്. പ്രകൃതി വിഭവം മാത്രം മതിയാകില്ല. കോങ്കോയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കൊബാൾട്ട് ശേഖരമുണ്ട്. പക്ഷേ അതിൽ നിന്നുള്ള വലിയ സാമ്പത്തിക നേട്ടം ലഭിക്കുന്നത് മറ്റു രാജ്യങ്ങൾക്കാണ്. കാരണം സംസ്കരണവും നിർമ്മാണവും അവിടെയല്ല നടക്കുന്നത്. അതുപോലെ ലിഥിയം സമ്പന്ന രാജ്യങ്ങളും ഇപ്പോൾ അസംസ്കൃത വസ്തുക്കൾ കയറ്റുമതി ചെയ്യുന്നതിനേക്കാൾ സ്വന്തം രാജ്യത്ത് തന്നെ സംസ്കരണ വ്യവസായം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. 21ാം നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് സാങ്കേതികവിദ്യയാണ്. കാലാവസ്ഥാ നയം ഇപ്പോൾ സാമ്പത്തിക നയമാണ്. മുമ്പ് പരിസ്ഥിതി സംരക്ഷണം ഒരു സാമൂഹിക വിഷയമായിരുന്നു. ഇന്നത് സാമ്പത്തിക നയമായി മാറിയിരിക്കുന്നു. അമേരിക്ക ശുദ്ധ ഊർജ വ്യവസായങ്ങൾക്ക് വലിയ സബ്സിഡി നൽകുന്നുണ്ട്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ കാർബൺ അതിർത്തി നികുതി കൊണ്ടുവരികയാണ്. ചൈന പുതുക്കാവുന്ന ഊർജ്ജ മേഖലയിൽ വൻ നിക്ഷേപം തുടരുന്നു. അതായത് കാലാവസ്ഥ നയം ഇപ്പോൾ വ്യവസായ നയമാണ്. ഇന്ത്യക്ക് ലഭിക്കുന്ന അവസരം എന്താണ്? ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വേഗതയിൽ വളരുന്ന വൈദ്യുതി വിപണികളിൽ ഒന്നാണ്. ഇപ്പോൾ സോളാർ മേഖലയിലും വലിയ നിക്ഷേപം നടക്കുന്നുണ്ട്. ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ബാറ്ററി നിർമ്മാണത്തിന് പ്രോത്സാഹനം നൽകുന്നു. ഓസ്ട്രേലിയയുമായും അർജന്റീനയുമായും നിർണായകമായ ധാതുക്കൾക്കായുള്ള കരാറുകൾ ഇന്ത്യ ശക്തമാക്കുന്നു. പക്ഷേ വെല്ലുവിളികളും കുറവല്ല. ഇന്നും ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു.
സോളാർ പാനലുകളുടെ വലിയൊരു പങ്കും വിദേശത്തു നിന്നാണ് വരുന്നത്. ബാറ്ററി സാങ്കേതിക വിദ്യയിലും വിദേശ ആശ്രയം തുടരുകയാണ്. അതിനാൽ ഗവേഷണം, ആഭ്യന്തര നിർമ്മാണം, പുതിയ സാങ്കേതിക വിദ്യ എന്നിവയിൽ ഇന്ത്യ വലിയ നിക്ഷേപം നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിലെ പുതിയ മഹാശക്തി ആരാകും? അടുത്ത കാലത്ത് ലോകത്തെ നയിക്കുന്നത് ഏറ്റവും കൂടുതൽ എണ്ണയുള്ള രാജ്യമാകില്ല, ഏറ്റവും കൂടുതൽ സാങ്കേതിക വിദ്യ വികസിപ്പിക്കുന്ന രാജ്യമാകും. വലിയ ബാറ്ററി ഫാക്ടറികൾ ഉള്ള രാജ്യമാകും. ശുദ്ധ ഊർജ വ്യവസായം നിയന്ത്രിക്കുന്ന രാജ്യമാകും. ക്രിട്ടിക്കൽ മിനറലുകൾ സംസ്കരിക്കുന്ന രാജ്യമാകും. ശക്തമായ വൈദ്യുതി ഗ്രിഡുകളും വ്യവസായ ശൃംഖലകളും നിർമ്മിക്കുന്ന രാജ്യമാകും. അതായത് 21-ാം നൂറ്റാണ്ടിലെ ശക്തി എണ്ണ കിണറുകളിലല്ല, സോളാർ പാനലുകളിലും ബാറ്ററികളിലും ഹൈഡ്രജൻ പ്ലാന്റുകളിലും സാങ്കേതിക വിദ്യയിലുമാണ്. ലോകം ഒരു പുതിയ ഊർജ വിപ്ലവത്തിൻ്റെ നടുവിലാണ്. ഇത് പരിസ്ഥിതിയെ രക്ഷിക്കാനുള്ള ശ്രമം മാത്രമല്ല, ഇത് ലോക ആധിപത്യത്തിനായുള്ള പുതിയ മത്സരമാണ്. ഈ മത്സരത്തിൽ വിജയിക്കുന്ന രാജ്യങ്ങൾ ഭാവിയിലെ ആഗോള സാമ്പത്തിക വ്യവസ്ഥയെയും രാഷ്ട്രീയത്തെയും നിയന്ത്രിക്കും. അപ്പോൾ ചോദ്യം ഇതാണ്: ഈ പുതിയ ലോകക്രമത്തിൽ ഇന്ത്യ നേതാവാകുമോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സാങ്കേതിക വിദ്യ വാങ്ങുന്ന ഒരു വലിയ ഉപഭോക്താവായി മാത്രം തുടരുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇന്ത്യയുടെ അടുത്ത ഏതാനും പതിറ്റാണ്ടുകളുടെ ഭാവി നിർണ്ണയിക്കുക.